എടോ ഞാൻ നാഗർകോവിൽ മ്യൂസിക് ബാൻഡിലെ ഒരു ഗായകനാണ്. ഞാൻ ഈ റിയാലിറ്റി ഷോയിലൊക്കെ ഉണ്ട്. ടി വി കാണാറുണ്ടോ? ടിവിയിലുണ്ടോ? ഉണ്ട്. ഞാൻ കാണൂല ഏട്ടാ. ഞാൻ ഗാനമേളയ്ക്ക് സ്റ്റേജിൽ പാടാറുണ്ട്. സ്റ്റേജിലുണ്ടോ? ഉണ്ട്. ഞാൻ പോകൂല ഏട്ടാ. ഇയാളിപ്പോ എവിടെ പോണു? ഞാൻ പുതിയാവ് ചന്തയിൽ കാച്ചില് കച്ചവടമാണ് എനിക്ക്. അപ്പൊ അതിൽ കൊണ്ടുപോവാ, കാച്ചില് കൊണ്ടുപോവാ. അപ്പൊ ഞാൻ ചന്തയിൽ വന്ന് പാടാം. എന്തിനാ? അല്ല, എനിക്ക് പാടാൻ അറിയാവുന്നത് കാണിക്കാൻ വേണ്ടിട്ടേ. താനെന്റെ ഒരുവം കണ്ടിട്ടുണ്ടോ? ഒരുങ്ങി വന്നപ്പോഴേ എനിക്ക് തോന്നി ഇതുപോലെ ഉണ്ട് ബസ് സ്റ്റാൻഡിലും ഒരുവൻ കാണിക്കാൻ കുറെ ആൾക്കാർ. തമിഴകത്തെ ഒരുവൻ മുതലാളിയില്ലേ, ആ പാട്ടൊക്കെ പാടുന്ന സിംഗറാണ് ഞാൻ. എന്നാ ഒന്ന് പാടാവോ ഒരുവൻ? ഒന്ന് കേൾക്കാൻ വേണ്ടിയാ. 5:30-ക്കല്ലേ ഇനി ട്രെയിനുള്ളൂ. വെളുപ്പാങ്കാലത്ത് 5:30 മണിക്ക് ഒരു കലാകാരന്റെ അടുത്ത് വന്ന് പാട്ട് പാടുമോ എന്ന് ചോദിക്കാൻ നാണമുണ്ടോടോ തനിക്ക്? അതും ഒരു കച്ചിലി വിറ്റ് കച്ചവടക്കാരൻ. എന്തോ ഞാൻ തിരിക്കുന്നത്? കാച്ചിലി കച്ചവടക്കാരൻ. അവന്റെ മുമ്പിൽ പാടാൻ വേണ്ടി ഞാൻ എന്റെ പട്ടി പാടും. എന്റെ പട്ടി എന്റെ കാച്ചിലി ചവിട്ട് വീണ അല്ല. നമുക്കേ ഒരു മീൻ കച്ചവടക്കാരൻ്റെ അടുത്താണെങ്കിൽ ഒരു മീൻ തരുമോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ തരും. അല്ലെങ്കിൽ ഒരു പലവ്യഞ്ജന കച്ചവടക്കാരൻ്റെ അടുത്ത് ഇച്ചിരി മുളക് തരുമോന്ന് ചോദിച്ചാൽ തരും. പക്ഷെ ഒരു ഗായകൻ പാടിയാലല്ലേ അറിയാൻ പറ്റും അവന്റെ കഴിവെന്താണെന്ന്. ഒരു കോള്. ഹലോ. ഓ അക്ക. ഓ കുഴപ്പമില്ല. ഞാൻ 5:30-ക്കുള്ള ട്രെയിന് നേരെ അങ്ങ് വരാം. അങ്ങ് വന്നിട്ടേ നമുക്ക് എന്താ ഒരാള് ഫോൺ ചെയ്തോണ്ടിരിക്കുമ്പോഴേ അതിന്റെ ഇടയിൽ ഒന്ന് അക്ക ഈ നമ്മുടെ ഈ പൂർത്തിച്ചക്കയെ കൊണ്ടുവരുന്ന ടീമിനെ മാത്രം നമ്മൾ നോക്കിയാൽ മതി. ചന്തയിലെ അവര് വരുന്നതിന് മുമ്പ് നമ്മൾ ആ നിനക്ക് എന്തെന്റെ കുഴപ്പമില്ല ഇറക്കാം. ഒരാൾ ഫോൺ ചെയ്തോണ്ടിരിക്കുമ്പോ അതിന്റെ ഇടയിൽ വന്ന് മണ്ണിമേലെ അക്ക. അപ്പൊ ഞാൻ അങ്ങ് എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം. എങ്ങനെയാടാ നാഗർകോവിലെ നിന്റെ ഒരുവൻ? ഒരുവനല്ല, കുരുവൻ. ഒന്ന് പോടോ. നീയല്ലേ പറഞ്ഞ പാട്ട് പാടോന്ന് പറഞ്ഞ ഞാനത് കേട്ടില്ല. ഞാനൊന്ന് പോടോ. ഞാൻ ഒന്നാമത് വേറൊരു മാനസികാവസ്ഥയിലും ഞാൻ സൂയിസൈഡിന് പോകാൻ വേണ്ടി ഇരിക്കുവാ. എന്താ സൂയിസൈഡ്? അവിടെ പരിപാടിക്ക് പോയാൽ എത്ര രൂപ ശമ്പളം കിട്ടും? എവിടാ? അല്ല, സൂയിസൈഡിൽ പോയാൽ എത്ര രൂപ ശമ്പളം കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാ. എടോ ഞാൻ സൂയിസൈഡ്, ഞാൻ മരിക്കാൻ പോവേണെന്ന്. മരിക്കാൻ പോണോ? വീട്ടിലെ പിള്ളേരൊക്കെ ഭയങ്കര കരച്ചില്. മൊത്തത്തിൽ എനിക്കിപ്പം BP. എടാ മുതുക്ക, വീട്ടിൽ പോണ കൊച്ചുങ്ങളെ BP എടുത്തോണ്ട് ഇവിടെ നിൽക്കുന്ന. പിന്നെ മരിക്കാൻ വേണ്ടിയുള്ള ഒരു ഭീതി, ഒരു BP ആണ് എനിക്കിന്ന്. ഈ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്നറിയാം. നമ്മുടെ കുടുംബത്തുള്ള അച്ഛനും അമ്മമാരുമായിട്ട് സംസാരിക്കാറുണ്ടോ? അച്ഛനെയും അമ്മയും ഞാൻ മൈൻഡ് പോലും ചെയ്യത്തില്ല. ഭാര്യയായിട്ട് സംസാരിക്കാറുണ്ടോ? ഭാര്യയുടെ മുഖത്ത് നോക്കത്തില്ല, ഞാൻ മൈൻഡ് പോലും ചെയ്യത്തില്ല. കുട്ടികൾ? ആ ഒരൊറ്റ കാര്യത്തിൽ മാത്രമേ മരതകമണിക്ക് വിഷമമുള്ളൂ. കുഞ്ഞുങ്ങളില്ല. മൈൻഡ് ചെയ്യണം ഭാര്യയെ. അപ്പം നമ്മൾ ഈ ഭരതകമണി വിഷമിക്കേണ്ട കാര്യം വരത്തില്ല. അവരൊക്കെ വരുമ്പോ മൈൻഡ് ചെയ്യണം, നമ്മൾ സംസാരിക്കണം. നമുക്ക് അപ്പൊ ആത്മഹത്യ ടെൻഡൻസി ഉണ്ടാവില്ല. മാഷെ ചാടരുത്, ബാക്കിയുള്ളവരെ ടെൻഷനിലാക്കരുത്. ചാടരുത്, ട്രെയിൻ വരും. ഞാൻ ഇതിലെ പോവണം, ഞാൻ ചാടും. റെയിൽവേ പാളയോട് നടക്കരുത്. ഞാൻ നടക്കും. ശെടാ എന്റെ പൊന്നളിയാ ചാടല്ലേ. അളിയാ ചാടിക്കഴിഞ്ഞാൽ എന്റെ കാലറ്റവും കഴുത്തറ്റവും കരണ്ട് കട്ടും ഇപ്പൊ അളിയാ. ആരാ? എന്റെ പെങ്ങളെ ഭർത്താവാണ് അളിയായി. ആണല്ലേ? അപ്പോഴേ അളിയനും കൂടെ സംഭവം ഓക്കെ ആക്കിക്കോ. ഞാൻ അങ്ങോട്ട് പോട്ടെ എന്നാ കേട്ടെ. അല്ല, എങ്ങാട്ട് പോണ്? എവിടെ? നിങ്ങളാണ് ഈ അളിയെ ചാവതിക്കുന്ന വേഗ സാക്ഷി. ഞാൻ സാക്ഷി? അതെങ്ങനാ? നിങ്ങളെ കുരുങ്ങ്. നിങ്ങള് ജയിലിൽ ഇടിഞ്ഞാൽ പോലും നിങ്ങൾ വെളി വരൂല. എനിക്ക് അത്ര പിടിപാടാണ് മന്ത്രിമാരുമായിട്ടൊക്കെ. അറിയാമോ നിങ്ങൾക്ക്? അതിനാര് പോണ്? നമ്മൾ ഒരുമിച്ച് പ്രശ്നം പരിഹരിക്കുന്നു. എന്താ പ്രശ്നം? എന്തായിരുന്നു സംഭവം? ഈ വ്യക്തി ചെയ്ത കാര്യം എന്താണെന്നറിയാമോ? സ്റ്റാറ്റസ് ഇട്ടോണ്ട് വന്നേക്കുന്നത്. മരിക്കാൻ പോണുള്ള ഒരു കക്ഷിയല്ലേ? അതെങ്കിലും ഇട്ടേക്കിട്ട് ആൾക്കാർ കൂടൂലേ, ഇല്ലെങ്കിൽ നാണക്കേടല്ലേ? അതല്ലെന്ന് വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇട്ടേക്കുന്നത്. എന്തെന്ന്? വീട്ടിൽ ഭയങ്കര ആള് ഇയാള് മരിക്കുമെന്നും പറഞ്ഞ്. തന്നെ പക്ഷേ സംഭവം ഒന്നും അറിയില്ല. എന്താണ് കാര്യം? കറക്റ്റ് കാര്യം ഞാൻ പറയാം. ഞാനൊരു ഗായകനാണല്ലോ. തമിഴ്നാട്ടിൽ നിന്ന് ഒരു ഡ്യൂയറ്റ് വന്നു. അതെങ്ങനെ ശരിയാവും? കുവൈറ്റിൽ നിന്നല്ലേ നേരെ തമിഴ്നാട്ടിൽ വരുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് എങ്ങനെ ഡ്യൂയറ്റ് വരും മനുഷ്യ? അല്ല, ഞാൻ പറഞ്ഞുതരാം. തമിഴ്നാട്ടിൽ നിന്ന് അല്ലി വന്ന്. തമിഴ്നാട്ടിൽ നിന്ന് മല്ലി വന്നാലും പഞ്ചാബിൽ നിന്ന് ഗോതമ്പ് വന്നാലും ഇവിടെ പ്രശ്നം എന്താന്ന് പറ. അയ്യോ, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. തമിഴ്നാട്ടിൽ നിന്ന് അല്ലി എന്ന് പറഞ്ഞൊരു പെണ്ണ് ഡ്യൂയറ്റ് പാടാൻ വന്ന് അവള് യവനോട്ട് ഭയങ്കര പ്രേമം. എന്റെ പെങ്ങളെ ഇപ്പൊ യവന് വേണ്ടെന്ന്. എടാ മരതകമണി,
അത് ശരി. അപ്പൊ കല്യാണം കഴിച്ചിട്ട് വേറെ പ്രേമം അല്ലേ? അവൻ പറയണ മാത്രം അങ്ങോട്ട് വിശ്വസിക്കാന്ന് വേണ്ട. ഇവര് മൊത്തത്തിൽ തുണയും ഫാമിലിയാവും. ഇവൻ എന്തൊരു കുറവ്. 501 വണ്ടിക്കാള, 1001 പറ നിലം. അങ്ങനെ സ്ത്രീധനം കൊടുത്താണ് എന്റെ പെങ്ങളെ അവർ കെട്ടിച്ച് കൊടുത്തത്. ഇത് ഏത് കാലഘട്ടം എന്ന് പറ. 501 വണ്ടിക്കാള, 501 വണ്ടിക്കാള, 1001 പറ നിലം. എടാ തേന്മാവിൻ കൊമ്പത്തെ, നിനക്ക് ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നാടാ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം.